എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കറന്റ് അഫയർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 2-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ കാരൂർ നീലകണ്ഠപിള്ളയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അപ്പോൾ 2024 ആരുടെ പ്രതിമയാണ്? കാരൂർ നീലകണ്ഠപിള്ളയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് എന്നാണ്. അത് കോട്ടയം. എവിടെയാണ്? കോട്ടയത്താണ് എന്നുള്ള കാര്യം ഓർക്കുക. ആരുടെ പ്രതിമയാണ്? കാരൂർ നീലകണ്ഠപിള്ളയുടെ പ്രതിമയാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ച് ഓർക്കുക. ഇനി എവിടെ, കോട്ടയത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കോട്ടയത്ത് ഒരു അക്ഷര മ്യൂസിയം നിലവിൽ വരികയാണ്. അപ്പോൾ അതിന്റെ ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ അക്ഷര മ്യൂസിയത്തിന്റെ വളപ്പിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് 2024 സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? 2024 സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? അത് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരാണ് 2024 സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ വേദി. അടുത്ത പോയിന്റ് ഒരു ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം, അതായത് മുൻപൊക്കെ വാർത്തകൾ നിറഞ്ഞൊരു സംഭവമാണ്. അതായത് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഏത് ജില്ലയാണ്? അപ്പൊ എന്താണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ്. അത് ഇടുക്കിയിലാണ്. അപ്പോൾ ഓർക്കുക, ഇടുക്കിയിലാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. ഇനി ഈ പറയുന്ന തൊട്ടിയാർ എന്ന് പറയുന്ന എന്താണ് ഈ ഒരു ആറെന്ന് പറയുന്നത് ഏത് നദിയുടെ കൈവഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറിന്റെയാണ്. അപ്പോൾ പെരിയാറിന്റെ കൈവഴിയാണ് തൊട്ടിയാർ എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് നിലവിൽ വരാൻ പോകുന്നത്? ഇടുക്കിയിലാണ്. അപ്പോൾ അതിന്റെ കമ്മീഷനിങ് ഒക്കെ എന്താണ് ഉടനെ ഉണ്ടാവും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നെഹ്റു ട്രോഫി വള്ളംകളി. ഇപ്പോൾ 2024 നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വർഷം കുറച്ച് വൈകിയാണ് വള്ളംകളി നടന്നത്. നമുക്കറിയാം, മാറ്റിവെച്ച കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ 2024 എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളി അഥവാ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. എത്രാമത്തെയാണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. അതിൽ വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരിച്ചാൽ ചുണ്ടൻ. ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ് വിജയിച്ചത്. ഇനി കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞത് എന്താണ്? പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അപ്പോൾ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി എന്ത് ചെയ്തത്? വിജയിച്ചെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഈ പറയുന്ന കാരിച്ചാൽ ചുണ്ടന്റെ എത്രാമത്തെ നെഹ്റു ട്രോഫി കിരീടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16ാമത്തെ. നെഹ്റു ട്രോഫിയിൽ കാരിച്ചാൽ ചുണ്ടൻ എത്ര തവണ കിരീടം നേടിയിട്ടുണ്ട്? 16 വട്ടം. ഇനി അതുപോലെ തന്നെ പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ തുടർച്ചയായ 5ാമത്തെ കിരീടമാണ് ഇതെന്നുള്ളത് എന്താണ് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ അതുകൂടി ഓർക്കുക. ഇനി 70ാമത് നെഹ്റു ട്രോഫിയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗ്യചിഹ്നം കൂടി നോക്കണം. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് നീലുവാണ്. എന്താണ്? നീലു എന്ന് പറയുന്ന കളിവള്ളം തുഴയുന്ന പൊന്മാനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. അപ്പോൾ നീലു എന്ന് പറയുന്ന പൊന്മാൻ ഭാഗ്യചിഹ്നമാണ്. ഇപ്പോൾ നടന്നത് 70ാമതാണ്, 2024 നടന്നത്. വിജയിച്ചതാരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. അത് തുഴഞ്ഞതാരാണ്? പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഈ പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ തുടർച്ചയായുള്ള 5ാമത്തെ കിരീടമാണെന്ന് പറഞ്ഞു. കാരിച്ചാൽ ചുണ്ടന്റെ 16ാമത്തെ കിരീടമാണെന്ന് പറഞ്ഞു. ഇനി 2ാം സ്ഥാനത്ത് വന്നത് വിയ്യപുരം ചുണ്ടൻ. ആരാണ്? 2ാം സ്ഥാനത്ത് വന്നത് വിയ്യപുരം ചുണ്ടനാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇതേ വിയ്യപുരം ചുണ്ടനാണ് 2023 അഥവാ എത്രാമത്തെ? 69ാമത് നെഹ്റു ട്രോഫിയിൽ ജേതാക്കളായത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ വിയ്യപുരം ചുണ്ടൻ ഈ വർഷം 2ാമതാണ്. കഴിഞ്ഞ വർഷം എത്ര സ്ഥാനത്തായിരുന്നു? 1ാം സ്ഥാനത്തായിരുന്നു. ഇനി ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ 3ാം സ്ഥാനത്തെത്തിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടുഭാഗം ചുണ്ടനാണ്. ആരാണ്? നടുഭാഗം ചുണ്ടനാണ് ഈ വർഷം 3ാമതെത്തി എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും 2023 ജേതാക്കളെ ഓൾറെഡി പറഞ്ഞു അല്ലേ, വിയ്യപുരം ചുണ്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2023 ഭാഗ്യചിഹ്നം കൂടി ഓർത്തെടുക്കാം. അതായത് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന അഥവാ അതിന്റെ പേര് ഇതാണ് കേശു. ഓർക്കുക, കേശു എന്ന് പറയുന്ന അതാണ് ആനയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഭാഗ്യചിഹ്നം. ഇനി അതിന് മുൻപുള്ള 2022 അഥവാ 68ാമത് നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം എന്തായിരുന്നു? അത് മിട്ടു എന്ന് പറയുന്ന വാഴത്തണ്ടിലിരുന്ന് തുഴയുന്ന തത്തയായിരുന്നു 2022 ഭാഗ്യചിഹ്നം. ആ വർഷത്തെ ജേതാക്കൾ എന്ന് പറയുന്നത് മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിൽ ചുണ്ടനാണെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞ ഇതാണ് 70ാമത് നെഹ്റു ട്രോഫി. ആരാണ് ജേതാക്കൾ? അത് കാരിച്ചാൽ ചുണ്ടനാണ് ജേതാക്കൾ. അവർക്ക് വേണ്ടി തുഴഞ്ഞത് ആരാണ്? അത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അപ്പോൾ LSGA മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് നമുക്കറിയാം, നവംബർ 9ാം തീയതിയാണ്. എത്ര പേപ്പറാണ് എക്സാം? 2 പേപ്പറാണ്. അതിൽ 2ാമത്തെ പേപ്പർ സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പോൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ബുക്ക് പുറത്തിറക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ടാലന്റ് ഒരു LSGA പേപ്പർ 2 വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇനി അതുമല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com വഴി നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ എന്തായാലും 1 മാസത്തെ സമയം മാത്രമേ ബാക്കിയുള്ളൂ. പഠിക്കാനായിട്ട് സിലബസ്
വളരെ വൈഡാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കോപ്പികൾ ഉറപ്പാക്കുക, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? അപ്പോൾ എന്തിന്റെയാണ്? മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? അത് ക്ലൗഡിയ ഷൈൻബൗം. ആരാണ്? ക്ലൗഡിയ ഷൈൻബൗം ആണ് ഇവിടുത്തെ മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്, അതായത് മെക്സിക്കോയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ഷൈൻബൗം. എന്താണ്? മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയാണ് ആരെന്ന് പറയുന്നത്? ക്ലൗഡിയ ഷൈൻബൗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്, നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത കാര്യമാണ്. അതായത് എന്തിന്റെയാണ്? നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ്? നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ്? മാർക്ക് റൂട്ടെയാണ്. അദ്ദേഹം എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പൊ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥാനമേറ്റു, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ചർച്ച ചെയ്തത്. അതായത് എന്താണ്? ജെൻസ് സ്റ്റോൾട്ടൻബർഗിന്റെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? മാർക്ക് റൂട്ടെ സ്ഥാനമേറ്റിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഓർക്കുക. നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഈ അടുത്ത ൊക്കെ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യം വന്നൊരു ഏരിയയാണ് നാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമനം കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ നാറ്റോയെ പറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ നാറ്റോയിൽ എത്ര അംഗങ്ങളുണ്ട്? 32 അംഗങ്ങളാണ് നാറ്റോയിലുള്ളത്. അതിൽ 32ാമത്തെ അംഗം ആരാണെന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരാണ്? സ്വീഡനാണ് 32ാമത്തെ അംഗം. അങ്ങനെയാണെങ്കിൽ 31ാമത്തെ അംഗം ആരാണ്? അത് ഫിൻലൻഡ് ആണ്. അപ്പോൾ 31ാമത്തെ അംഗം ആരാണ്? ഫിൻലൻഡ് ആണ്. ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി അതുപോലെ തന്നെ നാറ്റോ രൂപീകൃതമായ എന്നാണ്? അതും ചോദിച്ചതാണ്. 1949 നാറ്റോ രൂപീകൃതമായത്. എവിടെയാണ് ആസ്ഥാനം? ബ്രസൽസ് ആണ്. എവിടെയാണ്? ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ഇത്രയും കാര്യങ്ങൾ ഈ അടുത്തിടയ്ക്ക് പ്രീവിയസ് ആയിട്ട് എന്താണ് ചോദിച്ച PSC പരീക്ഷയിൽ ചോദിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അതുകൂടി ഒന്ന് ഓർത്തു പോവുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. അതായത് 2022 പുരസ്കാരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ 2024 പ്രഖ്യാപിച്ചെങ്കിലും 2022 പുരസ്കാരം. അപ്പോൾ 2022 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പോൾ എന്താണ്? 2022 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മിഥുൻ ചക്രവർത്തി. ആരാണ്? മിഥുൻ ചക്രവർത്തിക്കാണ് പുരസ്കാരം ലഭിച്ചതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇദ്ദേഹത്തിന് 2 തവണ നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കുക. മൃഗയ, അതുപോലെ തന്നെ തഹാദേർ കഥ എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഗൗരംഗ ചക്രവർത്തി. എന്താണ്? ഗൗരംഗ ചക്രവർത്തി എന്നാണ് മിഥുൻ ചക്രവർത്തിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. ഇനി അതിന് പുറമേ തന്നെ ഇദ്ദേഹത്തിന് 2024 ഒരു അംഗീകാരം കൂടി ലഭിച്ചിട്ടുണ്ട്. അതായത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ ബഹുമതി ഈ പറയുന്ന മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പത്മഭൂഷൺ ആണ്. നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ്? 2024 എന്ത് ചെയ്തിട്ടുണ്ട്? മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി എന്തായാലും ദാദാ സാഹിബ് ഫാൽക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്മാനത്തുക അറിഞ്ഞിരിക്കണം. എത്രയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക? അത് 15 ലക്ഷമാണ്. എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. കാര്യമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. കാരണം ഇതിന് മുൻപ് എത്രയായിരുന്നു? 10 ലക്ഷമായിരുന്നു. ഇപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ ഒരു സമ്മാനത്തുക 15 ആയിട്ട് പുതുക്കിയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 2022 അഥവാ എത്രാമത്തെ? 54ാമത് പുരസ്കാരമാണ് ഇപ്പോൾ എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2021 അഥവാ എത്രാമത്തെ പുരസ്കാരം? 53ാമത്തെ പുരസ്കാരം ആർക്കായിരുന്നു? വഹീദ റഹ്മാൻ. ആർക്കാണ്? വഹീദ റഹ്മാൻ ആണ്. ഓൾറെഡി നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ 2020 എത്രാമത്തെ പുരസ്കാരം? 52ാമത്തെ പുരസ്കാരം ആർക്കായിരുന്നു? ആശാ പരേഖ്. ആർക്കാണ്? ആശാ പരേഖിനാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ 2019 പുരസ്കാരം അഥവാ 51ാമത്തെ പുരസ്കാരം ആർക്കാണ്? രജനീകാന്തിനാണ്. ആർക്കാണ്? രജനീകാന്തിനാണ്. അതുകൂടി ഓർക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് 50ാമത്തെ പുരസ്കാരം അഥവാ 2018 പുരസ്കാരം ആർക്കാണ്? അമിതാഭ് ബച്ചനാണ്. അപ്പൊ അമിതാഭ് ബച്ചനാണ് എത്രാമത്തെ പുരസ്കാരം എന്ന് പറയുന്നത്? 2018 പുരസ്കാരം അല്ലെങ്കിൽ എത്രാമത്തെ? 50ാമത്തെ പുരസ്കാരം. അതായത് 50ാമത്തെ പുരസ്കാരം ആയതുകൊണ്ട് കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് ഒരു പുസ്തകമാണ്. അതായത് കാക്കി മേൻ സ്ഥിത പ്രജ്ഞ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് അനിൽ രതൂരി. ആരാണ്? കാക്കി മേൻ എന്താണ് സ്ഥിത പ്രജ്ഞ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആരാണ്? അനിൽ രതൂരിയാണ്. ഈ ഒരു പുസ്തകം കൂടി ഓർക്കുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്? അപ്പോൾ 2024 പുറത്തുവിട്ട അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഏത് സ്റ്റേറ്റ് എന്നാണ്? അത് കേരളമാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കേരളമാണ് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നത്. രണ്ടാം സ്ഥാനത്ത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഒഡീഷയാണ്. അപ്പോൾ ഓർക്കുക, ഒഡീഷയാണ് രണ്ടാം സ്ഥാനത്ത്. ഏതാണ് ഇൻഡെക്സ്? 2024 പുറത്തുവിട്ട എന്ത് ഇൻഡെക്സ്? അർബൻ ഗവേണൻസ് ഇൻഡെക്സ്. ഒന്നാം സ്ഥാനത്ത് കേരളം, രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഒഡീഷയാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അടുത്തിടെ പശുക്കൾക്ക് രാജ്യമാതാ പദവി നൽകിയ സംസ്ഥാനം ഏതാണ്? അപ്പോൾ എന്താണ് അടുത്തിടെ പശുക്കൾക്ക് എന്ത് പദവി? രാജ്യമാതാ പദവി നൽകിയ സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണെന്ന് ഓർക്കുക. ഏതാണ്? മഹാരാഷ്ട്രയാണ് പശുക്കൾക്ക് എന്ത് പദവി? രാജ്യമാതാ പദവി നൽകിയത്. ഇനി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ഏകനാഥ് ഷിൻഡെയാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അടുത്തിടെ മാർബർഗ് വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആഫ്രിക്കൻ രാജ്യം ഏതാണ്? അപ്പോൾ ഇതാണ് അടുത്തിടെ മാർബർഗ് വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആഫ്രിക്കൻ രാജ്യം ഏതാണ്? റുവാണ്ടയിലാണ്. റുവാണ്ടയിൽ എന്ത് ചെയ്തു? ഈ പറയുന്ന മാർബർഗ് എന്താണ് വൈറസ് ബാധ എന്താണ് പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് കുറെ മരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക. ഇനി അടുത്തത് ഒരു ഓപ്പറേഷൻ ആണ്, അതായത് ഓപ്പറേഷൻ ന്യൂ ഓർഡർ. എന്താണ് ഓപ്പറേഷൻ ന്യൂ ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് നേതാവായിട്ടുള്ള ഹസൻ നസ്രള്ളയെ വധിക്കാനായിട്ട് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ. അപ്പൊ എന്താണ് പറഞ്ഞത്? ആര് നടത്തിയ ഓപ്പറേഷൻ ആണ്? ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് നേതാവായിട്ടുള്ള ഹസൻ നസ്രള്ളയെ വധിക്കാനായിട്ട് ഇസ്രായേൽ നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ന്യൂ ഓർഡർ. അപ്പൊ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, 2024 100ാം ജന്മവാർഷികം ആചരിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ്. അപ്പൊ എന്താണ് 2024 എത്രാമത്തെയാണ്? 100ാം ജന്മവാർഷികം ആചരിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? അത് ജിമ്മി കാർട്ടർ. ഓർക്കുക, ജിമ്മി കാർട്ടറിന് എത്ര വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്? 100 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ? 39. അപ്പോൾ 39ാമത്തെ പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അതിനു പുറമെ തന്നെ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഏത് വർഷം? 2002ലാണ്. അപ്പോൾ 2002 ഇദ്ദേഹത്തിന് നൊബേൽ ലഭിച്ചിട്ടുണ്ട്. ഏത് മേഖലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനം. അപ്പോൾ 2002 സമാധാനത്തിനുള്ള ഇതാണ് നൊബേൽ പ്രൈസ് ലഭിച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? ജിമ്മി കാർട്ടർ. ഇദ്ദേഹം അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ്? 39ാമത്തെ പ്രസിഡന്റ് ആണ്. ഇനി അതിനു പുറമെ തന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പ്രത്യേകത എന്താണ്? 2024 ഇദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികം എന്ത് ചെയ്തു? ആചരിച്ചു. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ചൈനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തുന്ന ചികിത്സാ രീതി കണ്ടെത്തിയ രാജ്യം ഏതാണ്? അപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ എന്ത് ചെയ്തു? ഭേദപ്പെടുത്തുന്ന ചികിത്സാ രീതി ഒരു രാജ്യം കണ്ടുപിടിച്ചു. ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. അപ്പോൾ ചൈനയാണ് ഇത്തരത്തിൽ എന്ത് ചെയ്തത്? ഒരു കണ്ടെത്തൽ നടത്തിയത്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ദ റാഡ്ക്ലിഫ് ഓൺ സോർ എന്ന് പറയുന്ന വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു വൈദ്യുത നിലയത്തിന്റെ പേരാണ് പറഞ്ഞത്. എന്താണ് പേര് പറഞ്ഞത്? ദ റാഡ്ക്ലിഫ് ഓൺ സോർ എന്ന് പറയുന്ന ഒരു വൈദ്യുത നിലയം എന്ത് ചെയ്യുന്നു? പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനിലാണ്. എവിടെയാണ്? ബ്രിട്ടനിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഈ വൈദ്യുത നിലയം എന്ത് ചെയ്യുന്നു? കൽക്കരിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അടുത്തിടെ വിരമിച്ച ഫ്രഞ്ച് ഫുട്ബോൾ താരം ആരാണ്? അപ്പോൾ എന്താണ് അടുത്തിടെ വിരമിച്ച ഫ്രഞ്ച് ഫുട്ബോൾ താരം ആരാണ്? അത് ആന്റോണിയൻ ഗ്രീസ്മാൻ ആണ്. ആരാണ്? ആന്റോണിയൻ ഗ്രീസ്മാൻ ആണ് അടുത്തിടെ എന്താണ് ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഫ്രഞ്ച് താരം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇദ്ദേഹം എന്ന് പറയുന്നത് 2018 ഫിഫ ലോകകപ്പ് നേടിയ ഫ്രാൻസ് ടീമിൽ എന്ത് ചെയ്തു? ഈ പറയുന്ന ഗ്രീസ്മാൻ അംഗമായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതായത് 2024 അണ്ടർ-17 സഹ ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അപ്പോൾ എന്താണ് 2024 അണ്ടർ-17 സഹ ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അതിനൊപ്പം ഓർത്ത് വെക്കേണ്ടതാ, ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്? ഇന്ത്യ ജേതാക്കളായത്. അപ്പോൾ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാനാണ്. അപ്പോൾ 2024 അണ്ടർ-17 സഹ ഫുട്ബോൾ നടന്നത് എവിടെയായിരുന്നു? ഭൂട്ടാനിലായിരുന്നു. ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ്. അതായത് അടുത്തിടെ അന്തരിച്ച മുൻ IPS ഓഫീസറും കവിയുമായിരുന്ന വ്യക്തി ആരാണ്? അപ്പോൾ അതാണ് അടുത്തിടെ അന്തരിച്ച മുൻ IPS ഓഫീസർ അതുപോലെ കവിയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി. ഇതിന്റെ പേരെന്ന് പറയുന്നത് KGN ദാരുവാല എന്നുള്ളതാണ്. എന്താണ് KGN ദാരുവാല എന്നുള്ള എന്താണ് വ്യക്തിയാണ് അന്തരിച്ചത്. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു കവിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 1984 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് എന്താണ് ദ കീപ്പർ ഓഫ് ദ ഡെഡ് എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു പുരസ്കാരം. ഇനി അതുപോലെ തന്നെ 2014 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം.
അപ്പോൾ ഒരുപാട് എക്സാം വരാനിരിക്കുകയാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ LGS, ഇനി അതുപോലെ തന്നെ +2 യോഗ്യതയുള്ള CPO, CEO, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതിന് പുറമെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ളവർക്കുള്ള പരീക്ഷയുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ മറ്റ് ടീച്ചിങ് എക്സാംസുകളൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റാങ്ക് ഫെയറുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു പ്രതിമയാണ്. അതായത് അടുത്തിടെ കാരൂർ നീലകണ്ഠ പിള്ളയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണെന്ന് പറഞ്ഞു. എവിടെയാണ്? കോട്ടയത്താണെന്ന് പറഞ്ഞു. അതായത് കോട്ടയത്തെ എന്താണ്, അക്ഷര മ്യൂസിയത്തിന്റെ വളപ്പിലാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞതൊരു വേദിയാണ്. 2024 എന്തിന്റെ വേദിയാണ്? സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? കണ്ണൂരാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ എന്താണ്, ഒരു ജലവൈദ്യുത പദ്ധതിയാണ്. അതായത് തൊട്ടിയാർ എന്ന് പറയുന്ന ഒരു ജലവൈദ്യുത പദ്ധതി എവിടെയാണ് നിലവിൽ വരുന്നത്? ഇടുക്കിയിലാണെന്ന് പറഞ്ഞു. തൊട്ടിയാർ എന്ന് പറയുന്നത് പെരിയാറിന്റെ കൈവടിയാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതിനുശേഷം കുറച്ച് നിയമനം പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ക്ലൗഡിയ ഷൈൻബൗം ആണെന്ന് പറഞ്ഞു. ഇനി ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തൊരു കാര്യത്തെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അതായത് നാറ്റോ, അതെന്താണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ അതിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആരെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ആരാണ്? മാർക്ക് റുട്ടെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ നടന്ന ഒരുപാട് പരീക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന നാറ്റോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമനം എന്ത് ചെയ്യുക, ഒന്നും മിസ്സാക്കാതെ പഠിച്ചു വച്ചേക്കുക. ഇനി അതിനുശേഷം ഒരു അവാർഡ് പഠിച്ചു. എന്താണ് പറഞ്ഞത്? ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏത് വർഷത്തെ? 2022 എത്രാമത്തെ? 54ാമത്. അതായത് എത്രാമത്തെയാണ്, ഏത് വർഷത്തെയാണ്, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ പറഞ്ഞത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വർഷം 2022 എത്രാമത്തെ? 54ാമത്തെ. ആർക്കാണ്? മിഥുൻ ചക്രവർത്തിയാണ്. മിഥുൻ ചക്രവർത്തിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചർച്ച ചെയ്ത ഒരു കാര്യം കൂടി എന്താണ്, 2024 എന്ത് പുരസ്കാരം? പത്മഭൂഷണം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞതായിരുന്നു ഒരു പുസ്തകമാണ്. അതായത് കാക്കി മെയിൻ സ്ഥിത പ്രജ്ഞ എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അനിൽ രതൂരി ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ഇൻഡെക്സ് ആണ്. അതായത് എന്താണ്? അർബൻ ഗവേണൻസ് ഇൻഡെക്സ്. 2024 പുറത്തുവിട്ട അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ളത് ആരാണ്? കേരളമാണെന്ന് പറഞ്ഞു. 2ാം സ്ഥാനത്ത് ഒഡീഷയാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് 70ാമത് നെഹ്റു ട്രോഫിയാണ്. വീണ്ടും ശ്രദ്ധിക്കുക, 2024 എത്രാമത്തെയാണ്? 70ാമത് നെഹ്റു ട്രോഫി. വിജയിച്ചത് ആര്? കാരിച്ചാൽ ചുണ്ടനാണെന്ന് പറഞ്ഞു. തുടങ്ങിയത് ആരാണ്? പള്ളാതുരുത്തി ബോട്ട് ക്ലബ് ആണെന്ന് പറഞ്ഞു. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ തുടർച്ചയായിട്ടുള്ള 5ാം കിരീടമാണെന്ന് പറഞ്ഞു. കാരിച്ചാൽ ചുണ്ടന്റെ എത്രാമത്തെ കിരീടം? 16ാമത്തെ കിരീടം. അതായത് നെഹ്റു ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണെന്നുള്ള കാര്യം കൂടി ഒന്ന് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഭാഗ്യചിഹ്നം പറഞ്ഞു. ആരാണ്? നീലു എന്ന് പറയുന്ന കളിവള്ളം തുഴയുന്ന പൊന്മാനാണ് ഭാഗ്യചിഹ്നം. അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. അതായത് അടുത്തിടെ പശുക്കൾക്ക് രാജ്യമാതാ പദവി നൽകിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അതിനുശേഷം ഒരു അസുഖത്തെ പറ്റി പറഞ്ഞു. അതായത് എന്താണ്? മാർബർഗ് വൈറസ് ബാധ എന്നാണ്. അതിനെ തുടർന്ന് എന്ത് ചെയ്തു, ഒരു രാജ്യത്ത്, ഒരു ആഫ്രിക്കൻ രാജ്യത്ത് എന്ത് ചെയ്തു, കുറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുവാണ്ട. എവിടെയാണ്? റുവാണ്ടയിലാണ്. ഇത് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു ഓപ്പറേഷൻ ആണ്. അതായത് ഓപ്പറേഷൻ ന്യൂ ഓർഡർ. അതായത് നടത്തിയത് ഇസ്രായേൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. അതായത് ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് നേതാവായിട്ടുള്ള ഹസൻ നസ്രള്ളയെ വധിക്കാനായിട്ട് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ന്യൂ ഓർഡർ. നടത്തിയത് ആരാണെന്ന് ഓർക്കുക? ഇസ്രായേലാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജിമ്മി കാർട്ടറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ. അതുപോലെ തന്നെ എന്താണ്, ഇദ്ദേഹം 2002 സമാധാന നൊബേൽ ജേതാവാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? 2024 അദ്ദേഹത്തിന്റെ ജന്മവാർഷികം ആചരിച്ചു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതിനുശേഷം നമ്മൾ ചർച്ച എന്താണ്? ചൈനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തുന്ന ചികിത്സാ രീതി കണ്ടെത്തിയത് ഏത് രാജ്യമാണ്? ഇത് ചൈനയാണെന്ന് ഓർക്കുക. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു വൈദ്യുത നിലയത്തെ പറ്റിയാണ്. എന്താണ് അതിന്റെ പേര്? ദ റാഡ്ക്ലിഫ് ഓൺസോർ എന്ന് പറയുന്ന വൈദ്യുത നിലയം എവിടെയാണ്? ബ്രിട്ടനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്തു? അതിന്റെ പ്രവർത്തനം എന്ത് ചെയ്യുകയാണ്? അവസാനിപ്പിക്കാൻ പോവുകയാണ്. കൽക്കരിയിലാണെന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രവർത്തനം എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? ഒരു ഫ്രഞ്ച് ഫുട്ബോളർ വിരമിച്ച കാര്യം പറഞ്ഞു. അതെന്താണ്? ഗ്രീസ്മാൻ, അതിനാണ് ആന്റോയിൻ ഗ്രീസ്മാൻ വിരമിക്കുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം സാഫ് ഫുട്ബോളിനെ പറ്റി പറഞ്ഞു. അതായത് 2024 അണ്ടർ-17 സാഫ് ഫുട്ബോളിൽ ജേതാക്കളായത് ഇന്ത്യയാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിയോഗമാണ്. അതായത് അടുത്തിടെ അന്തരിച്ച മുൻ IPS ഓഫീസർ കവിയുമായിരുന്ന വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ പേര് KG N ദാരുവാല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഓർക്കുക.
ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തിരുവനന്തപുരം, ബി പാലക്കാട്, സി കണ്ണൂർ, ഡി കോഴിക്കോട്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2024 സെപ്റ്റംബറിൽ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജിതേന്ദ്ര ജാദവ്, ബി ശ്രീനിവാസൻ, ഓപ്ഷൻ സി അലോക് രാജ്, ഓപ്ഷൻ ഡി പ്രദീപ് സിംഗ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മലപ്പുറം, ബി തൃശൂർ, സി എറണാകുളം, ഓപ്ഷൻ ഡി കോഴിക്കോട്. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തൃശ്ശൂരാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത സ്ഥിതി ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാരണം അന്നത് തുറന്നെങ്കിലും പിന്നെ എന്ത് ചെയ്തു, അടയ്ക്കുകയായിരുന്നു. അതിനുശേഷം കുറച്ച് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, അത് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫോസിൽ ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരോധിച്ച ലോകത്തിലെ ആദ്യ നഗരം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ന്യൂയോർക്ക്, ബി ലണ്ടൻ, സി ഹേഗ്, ഓപ്ഷൻ ഡി മെൽബൺ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഹേഗ് ആണ് എന്ത് ചെയ്തത്, ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ നഗരം എന്ന് പറയുന്നത്. അപ്പോൾ ഹേഗിനെ പറ്റി പറയുമ്പോൾ എന്താണ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്, ഈ പറയുന്ന ഹേഗിൽ തന്നെയാണ്. അപ്പോൾ അതുകൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. ഒക്ടോബർ 2-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.